കാറിൽ വരും. ധ്രുവും നിവിയും ബുള്ളറ്റിൽ, അതുപോലെ വിഷ്ണുവും ദക്ഷയും ബുള്ളറ്റിൽ തന്നെ. കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ മടങ്ങി വരൂ. ഇതൊരു പുതിയ തുടക്കമാകട്ടെന്ന് കരുതി എല്ലാവരും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ധ്രുവ് ഫ്രഷാകാൻ പോയിന്ന് നിവിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ഒന്നുകൂടി മൂടി പുതച്ചു. ധ്രുവ് തിരികെ ഇറങ്ങിയതും നിവി മൂടി പുതച്ച് കിടക്കുന്നത് കണ്ടു. അവൻ തലയൊക്കെ തോർത്തി അവളുടെ അടുത്തേക്കിരുന്നു. നിധി, ഇനി കിടന്ന് ഞാൻ വെള്ളം കൂരിയിരിക്കും കേട്ടോ. എണീറ്റ് പോയത് ഈ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി വന്നേ എൻ്റെ കൊച്ചു. അവൾ അവൻ്റെ കൈ പിടിച്ച് വീണ്ടും കിടന്നു. നിധി, നല്ല കൊച്ചല്ലേ, എണീക്ക്. നിധി ചുണുങ്ങി എഴുന്നേറ്റു. ഫ്രഷാകാൻ പോയി. അവൻ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇട്ടിറങ്ങി. വൈറ്റ് ടോപ്പും ബ്ലൂ ജീൻസുമാണ്. അവൾ വേഗം ഒരുങ്ങിയിറങ്ങി. താഴെ ചെന്നപ്പോൾ എല്ലാവരും ഇറങ്ങിയിരുന്നു. ബാഗെല്ലാം കാറിൽ കയറ്റി ഫ്രീ ആയി അവർ വണ്ടിയിൽ കയറി. വീട് പൂട്ടിയിറങ്ങിയപ്പോൾ എല്ലാവർക്കും എന്തോ വിഷമം തോന്നി. ഓർമ്മകളെല്ലാം അലട്ടുന്ന പോലെ വീടിനെല്ലാവരും ഒരു വിഷമത്തോടെ നോക്കി നിന്നു. എല്ലാവരും പിന്നെ പോകാനിറങ്ങി. പുലർച്ചെയാണ് യാത്ര തിരിച്ചത്. നല്ല തണുപ്പുമുണ്ടായിരുന്നു. കോഫി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. നിവി തണുപ്പായതുകൊണ്ട് തന്നെ ധ്രുവിനെ മുറുകെ പിടിച്ചു ചേർന്നിരുന്നു. അവളുടെ ദേഹത്തെ ചൂട് അവനിലേക്ക് പടരുന്നുണ്ടായിരുന്നു. നിധി, ഉറങ്ങല്ലേ കേട്ടോ. ഉറങ്ങൂല. അവൾ അവന് മുറുകെ പിടിച്ചിരുന്നു. കുറച്ച് ദൂരം ചെന്നതും എല്ലാവരും ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീണ്ടും യാത്ര തുടങ്ങി. ധ്രുവിനെ മുറുകെ പിടിച്ച് തന്നെ അവളിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ ഏതോ മായ ലോകത്തിലായിരുന്നു. രാത്രിയായപ്പോൾ ഒരു ഹോട്ടൽ വണ്ടി നിർത്തി. ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം വണ്ടിയിൽ നിന്നും എടുത്തു അന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ഓരോരോ മുറിയെടുക്കാൻ കരുതിയെങ്കിലും വേണ്ട, 2 റൂം മതിയെന്ന് മഹാദേവൻ പറഞ്ഞു. ആണുങ്ങൾ ഒരു മുറിയിലും പെണ്ണുങ്ങൾ ഒരു മുറിയിലും കിടക്കാമെന്ന് പറഞ്ഞു. ചില നേരത്തെ പരമേച്ഛയാവുന്ന അച്ഛനെ കുറിച്ചോർത്ത് പിറുപിറുത്തുകൊണ്ട് ധ്രുവും റൂം എടുത്തു. എല്ലാവരും റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചു. കുറേ നേരം റൂമിലിരുന്ന് കഥ പറഞ്ഞു. പിന്നെ യാത്രക്ഷണമുള്ള കൊണ്ട് കിടക്കാൻ തീരുമാനിച്ചു. ധ്രുവ മനസ്സില്ല മനസ്സോടെ നിവിയെ നോക്കി പുറത്തേക്കിറങ്ങി. നിവി ഇപ്പോൾ പൊട്ടുന്ന രീതിയിലായി. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അവൾ വേഗം ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കിടന്നു. നിവിക്കിരിട്ട് പേടിയായതുകൊണ്ട് തന്നെ ലൈറ്റ് അണച്ചില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും നിവിക്ക് ഉറക്കം വന്നില്ല. ദക്ഷിക്ക് നന്നായി മനസ്സിലായി. നിവിയുടെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ട് തന്നെ ധ്രുവ് ദക്ഷിക്ക് മെസ്സേജ് ഇട്ടു. എല്ലാം തിരക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങിയൊന്നൊക്കെ അവൻ അടുത്തില്ലാതെ ഉറങ്ങില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. ഒരുപക്ഷെ ഡ്യൂട്ടിക്ക് പോയാൽ പോലും കാത്തിരുന്നു ബുക്ക് വായിച്ചൊക്കെയാണ് ഉറങ്ങാറ്. ധ്രുവിന് അതായിരുന്ന അവസ്ഥ. എത്ര താമസിച്ചാലും ഓഫീസിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ പോലും ഉറങ്ങാതിരിക്കേണ്ടി വന്നാലും ഉറങ്ങാൻ വേണ്ടി കണ്ണടയ്ക്കണമെങ്കിൽ രാത്രിയായാലും പകലായാലും അവളുടെ അടുത്ത് വന്ന് കിടക്കണം. അവളുടെ ഗന്ധം പടരുമ്പോൾ തന്നെ അതിൽ ലയിച്ചു കണ്ണുകളടയും. മഹാദേവനെ നന്നായി ഒന്ന് സ്മരിച്ചു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വന്നിട്ടില്ല. മുയൽക്കുട്ടിയുടെ നൈറ്റ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. തണുപ്പായതുകൊണ്ട് ധ്രുവ അതും കൊണ്ട് വന്നിട്ടുണ്ട്. ദേഹം മൊത്തം കവർ ചെയ്തു. തലയിൽ ഉൾപ്പെടെ ക്യാപ്പിട്ടു. മുഖം മാത്രം പുറത്തുണ്ട്. പോരാത്തതിന് 2 ചെവിയും ഉണ്ട് ഗ്യാപ്പിൽ. ശരിക്കും മുയൽക്കുട്ടിയെപ്പോലെ ആ ഡ്രസ്സിൽ തണുപ്പ് കയറില്ല. അവസാനം സഹിക്കിട്ട് നിവി പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ധ്രുവ്. അവളുടെ കണ്ണുകൾ മിഴിച്ചു പോയി. സ്വപ്നമാണോ സത്യമാണോ എന്നോർത്ത് ഞാൻ കാത്തിരിക്കുമായിരുന്നു. വാതിൽ തുറക്കുന്ന എപ്പോഴാണ് എനിക്കറിയായിരുന്നു വരുമെന്ന്. അത് പിന്നെ ഞാൻ എന്തിനാ പുറത്തിറങ്ങി? വെള്ളം കുടിക്കാൻ. അകത്ത് വെള്ളമുണ്ടല്ലോ. അത് പിന്നെ ഉറക്കം വരാനായിട്ട് ഞാൻ. അതെന്താ ഉറക്കം വരാത്ത? ഇവിടെ മുഖമാകെ ചുമക്കുന്നുണ്ടായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു. അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ഇതെല്ലാം പ്രിയയും ദക്ഷിയും അറിയുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു. പുറത്തെ ഗാർഡൻ ഏരിയയിലാണ് ധ്രുവും നിവിയും പോയത്. അവർ ബെഞ്ചിലേക്കിരുന്നു. ബെഞ്ചിലിരുന്നതും നിവി അവൻ്റെ തോണിലേക്ക് ചാഞ്ഞു. അത്രയും നേരം അറിയാതെ ക്ഷീണം വേഗം അവളിലേക്ക് വന്നതുപോലെ. പ്രിയപ്പെട്ടവനടുത്ത് വന്നപ്പോൾ ഉറങ്ങാൻ മനസ്സ് തയ്യാറായി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിവി തോളിൽ ചാഞ്ഞുറങ്ങി. റൂമിൽ കൊണ്ട് കിടത്തിയാൽ അവൾ എണീക്കുമെന്ന് ഉറപ്പായിരുന്നു. അവൻ്റെ സാമീപ്യമില്ലെങ്കിൽ അവൾ ഉണരും. അതുകൊണ്ട് അവളെ പതിയെ മടിയിലേക്ക് കിടത്തി. കുറച്ച് വീതിയുള്ള ബെഞ്ചായതുകൊണ്ട് തന്നെ ധ്രുവും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. രണ്ടാളും അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു മയങ്ങി. നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കുറേ നേരമായിട്ടും കാണാത്തത് കൊണ്ട് പ്രിയയും ദക്ഷിയും വന്ന് നോക്കി. രണ്ടാൾ ഉറങ്ങുന്ന കണ്ട് പാവം തോന്നി. രാത്രി തന്നെ മഹാദേവനെ വിളിച്ചു നല്ല വഴക്ക് കൊടുത്തിട്ടാണ് രണ്ടാൾ ഉറങ്ങിയത്. വെട്ടം വീഴുന്നതിന് മുന്നേ തന്നെ വെളുപ്പിന് ധ്രുവ് എഴുന്നേറ്റു. വെട്ടം വീണ ആരെങ്കിലും കാണുമല്ലോ. ധ്രുവ് അവളെ ഉണർത്താതെ പൊക്കിയെടുത്തു. അവളൊന്ന് ചിണുങ്ങി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു.
അവളെ റൂമിലേക്ക് കൊണ്ടുപോയതും ദക്ഷി കതവ് തുറന്നു കൊടുത്തു. ദക്ഷയെ വിളിച്ചിട്ടാണ് അവൻ പോയത്. അവളെ കട്ടിലേക്ക് കിടത്തി അകന്നു മാറിയതും അവൾ ചിണുങ്ങി എണീക്കാൻ തുടങ്ങി. ധ്രുവേഗം അവളുടെ കവിളിൽ മെല്ലെ തട്ടി. അപ്പോഴേക്കും അവൻ്റെ കൈ പിടിച്ച് ചേർത്തവൾ വീണ്ടും മയങ്ങി. അവൻ ശ്രദ്ധയോടെ അവിടെ ഇരുന്നു. ദേവിയമ്മ നേരത്തെ എണീറ്റിരുന്നു. പ്രിയ കണ്ണുകൾ തുറന്നു. എൻ്റെ പൊന്നു ദച്ചു, നീ ഇവിടെ കിടന്നു. ഇന്നലെ മുഴുവൻ വണ്ടി ഓടിച്ചതല്ലേ? ഇറ്റ്സ് ഓക്കെ അമ്മേ. ധ്രുവ അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് നിവി എണീറ്റു. ഇനി ഞാൻ പാവത്തിൻ്റെ കൈയൊന്ന് വിടൂ. 1 മണിക്കൂർ കൊണ്ട് പാവം ഇങ്ങനെ ഇരിക്കുക. നിവിക്ക് പാവം തോന്നി. അവനൊന്ന് കണ്ണ് ചെമ്മി. പോയി ഫ്രഷാക്, ഡ്രസ്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്. അവളുടെ കവിളിൽ അരുമയെ തട്ടി അവൻ പുറത്തേക്കിറങ്ങി. എല്ലാവരും കുളിച്ചൊരുങ്ങി പോകാൻ തയ്യാറായി. അവിടെ നിന്നും ഫുഡ് കഴിച്ചിറങ്ങി. ഏകദേശം 2 മണിക്കൂറായപ്പോൾ നാട്ടിലെത്തി. ആദ്യം ധ്രുവും നിവിയുമാണ് എത്തിയത്. മറ്റുള്ളവർക്ക് വേണ്ടി അവർ വഴിയിൽ കാത്തു നിന്നു. എല്ലാവരും ഒത്തെത്തിയതും അവർ മുറ്റത്തേക്ക് വണ്ടി കയറ്റി. വണ്ടികളുടെ ശബ്ദം കേട്ടതും മാധവൻ പുറത്തേക്കിറങ്ങി. നിറഞ്ഞ പുഞ്ചിരിയോടെ അയാൾ വണ്ടികളുടെ അടുത്തേക്ക് വന്നു. ശാരദയും മക്കളും കാഴ്ചക്കാരായി പുറത്തേക്ക് വന്നു. കയറി വാ. നിവി അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ചു. അദ്ദേഹം അരുമയായി അവളുടെ നെറ്റിയിൽ ഒന്ന് മുത്തി. എല്ലാവരും അകത്തേക്ക് കയറി. അമ്മയുടെയും മക്കളുടെയും മുഖം അത്രയ്ക്ക് തെളിച്ചുണ്ടായിരുന്നില്ല. എന്നാലൊന്നും പറയാൻ പറ്റില്ലല്ലോ. മാധവനോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആരും കഴിച്ചിട്ട് സംസാരിക്കാനി. ശാരദ മുഖത്തിന് അത്ര തെളിച്ചുമില്ലാത്തന്നെ എല്ലാവർക്കും വിളമ്പി. മാധവന് വിഷമിക്കേണ്ടെന്ന് കരുതി ആരും ഒന്നും മിണ്ടിയില്ല. മോനെ, നീ ഇവർക്കൊക്കെ കിടക്കാനുള്ള മുറി കാണിച്ചു കൊടുക്ക്. എല്ലാവർക്കും കിടക്കാൻ ഇവിടെ എവിടെയാ സ്ഥലം? എല്ലാം പൊടിയടിച്ച് കിടക്കുക. മാധവൻ അവരൊന്ന് കൂർപ്പിച്ച് നോക്കി. സാരില്ല, ഞാനും നിധിയെ മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. ഇവരൊക്കെ ഇവിടെ നമ്മുടെ വീട്ടിൽ പോകും. അത് മോനെ, നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവളോട് ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് പറ്റില്ല. എൻ്റെ വീട്ടുകാരെ മറ്റുള്ള അപമാനിക്കുന്നതും എനിക്കിഷ്ടമല്ല. സോ അവർ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. ധ്രുവ തീർത്ത് പറഞ്ഞതും ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. പിറ്റേ ദിവസം മുതൽ ചടങ്ങുകൾ തുടങ്ങും. മാഹിയുടെ അമ്മയൊക്കെ തന്നെ കണ്ട എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അതിന് നല്ല ടെൻഷൻ നിവിക്കുണ്ട്. മറ്റുള്ളവർ പോകാൻ വേണ്ടി ഇറങ്ങി. ധ്രുവ അവരുടെ മാത്രം ഡ്രസ്സ് എടുത്തു. എന്നിട്ട് യാത്ര പറഞ്ഞു. വൈഷ്ണവും മാധവും നിവിയും അവർ പോകുന്ന നോക്കി നിന്നു. അന്ന് ശാരദയും മക്കളും ഒന്നും മിണ്ടിയില്ല. നിവിയെ തനിച്ച് കിട്ടിയില്ല. അതാണ് സത്യം. എന്തിനും ഏതിനും ധ്രുവ അവളുടെ കൂടെ കാണും. ധ്രുവുള്ളിടത്ത് നിവിയും, നിവിയുള്ളിടത്ത് ധ്രുവും കാണും. ശാരദയും മക്കളും അവരെ ചൂഴ്ന്നു നോക്കുന്നുണ്ട്. ഷോർട്ട്സും ടീഷർട്ടുമാണ് വേഷം. നിവി നൈറ്റ് ഡ്രസ് ഇട്ടാണ് കിടന്ന് കറങ്ങുന്നത്. 2 പേരും നല്ല ജോഡികൾ. നിവിക്കുണ്ടായ മാറ്റങ്ങളും ധ്രുവ അവളെ കരുതലോടെ നോക്കുന്നതെല്ലാം അസൂയോടെയാണ് ശാരദ നോക്കിക്കണ്ടത്. ഹാളിലിരുന്ന് നിവിയും മാധവനും ധ്രുവും വൈഷ്ണവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വൈഷ്ണവും മാധവുമാണ് സംസാരിക്കുന്നത്. ധ്രുവ് വെറുതെ കേട്ടിരുന്നു. നിവി ഇരുന്നിരുന്ന് ക്ഷീണം കൊണ്ട് ധ്രുവിൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങി. ധ്രുവ് അത് പ്രതീക്ഷിതായിരുന്നു. സ്ഥിരമായതുകൊണ്ട് ഒന്നും തോന്നിയില്ല. അയ്യോ, നിവി ഉറങ്ങിയല്ലോ, വിളിച്ച് റൂമിൽ കിടക്കാൻ പറയാം. മാധവൻ തട്ടി വിളിക്കാൻ നോക്കിയതും ധ്രുവ് തടഞ്ഞു. വേണ്ട വേണ്ട, ഉറങ്ങട്ടെ, ഞാൻ കിടത്തിക്കോളാം. ഇപ്പോൾ ക്ഷീണത്തിൽ ഉറങ്ങിയതാ. ധ്രുവ് പതുക്കെ എഴുന്നേറ്റു. അവളെ കോരിയെടുത്തു റൂമിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും മിഴിച്ചു നിന്നു. ശാരദയും മക്കളും കുശുമ്പിൻ്റെ കൊടുമുടിയിലെത്തി. മോൻ നന്നായി നോക്കൂല നിവി. വല്ല കാര്യമാണ് ധ്രുവൻ അവളോട്. ആ വീട്ടിലെല്ലാവർക്കും വലിയ കാര്യമാണ്. അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ, ഈ കല്യാണം മാത്രമാണ്. മാധവനും വിശ്വസിച്ചു. ധ്രുവ അവളെ അകത്തേക്ക് കൊണ്ട് കിടത്തി. കുറച്ചു നേരം മഹാദേവനെയും പ്രിയയും എല്ലാം വിളിച്ചിരുന്നു. ധ്രുവ അവളുടെ റൂമെല്ലാം നോക്കുകയായിരുന്നു. ബുക്കുകളുണ്ട്, മയിൽപ്പീലി മഞ്ചാടി. പക്ഷെ അതിനേക്കാൾ അവൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവൻ ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി. ഷെൽഫിൽ ഒരു കുഞ്ഞി കീ ചെയിനുണ്ട്, ഒരു വീണയുടേത്. അത് അന്ന് ദക്ഷിയുടെ കയ്യിൽ നിവിക്ക് വേണ്ടി കൊടുത്തുവിട്ടതാണ് പണ്ട്. അവനത് കയ്യിലെടുത്തു. അതിൻ്റെ അടുത്തൊരു ബോക്സ് ഉണ്ടായിരുന്നു. അവനത് തുറന്നു നോക്കി. അവൻ കൊടുത്തുവിട്ട പേനകൾ, പെൻസിലുകൾ, സ്ലൈഡ്, വള, കമ്മൽ, അങ്ങനെയെല്ലാം അതിലുണ്ടായിരുന്നു. അവനത് നിറഞ്ഞ കണ്ണുകളോടെ ഓരോന്നെടുത്ത് നോക്കി. പിന്നെ അവൻ അലമാര തുറന്നു. അതിൽ കുറച്ച് തുണികളുണ്ട്. പിന്നെ ഉള്ളത് അവളുടെ കല്യാണ സാരിയും ആൽബവുമാണ്. അത് കണ്ടപ്പോൾ അവന് നല്ല ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അലമാര വേഗം അടച്ചു. വീണ്ടും അവൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് തിരിഞ്ഞു. ഇത്രയും സുരക്ഷിതമായി അവളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ കൊടുത്തതാണെന്ന് ഓർത്തില്ലല്ലോ, മഹി കൊടുത്തതാണെന്ന് കരുതിയല്ലേ. അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അപ്പോഴേക്ക് അവൻ്റെ തോളിൽ ആരോ പിടിച്ചു. അവനൊന്ന് ഞെട്ടിപ്പോയി.
തൻ്റെ പ്ലാൻ വിജയിച്ചെന്ന് വ്യാമോഹിച്ച് നിവി നാട്ടിൽ വന്നതറിഞ്ഞ് അവൻ വിജയഭാവത്തിൽ ആകാശത്ത് നോക്കിക്കിടന്നു. ധ്രുവ് നോക്കിയതും നിവിയായിരുന്നു. ധ്രുവ് വേഗം ഷെൽഫ് അടച്ചു. എന്തുപറ്റി, ഉറങ്ങിയില്ലേ? എൻ്റെ അടുത്തില്ലായിരുന്നല്ലോ. അതെ, ഞാൻ ചുമ്മാ ഇവിടേക്ക് നോക്കുമായിരുന്നു. എന്നിട്ട് എന്തേലും കണ്ടോ? എന്ത് കാണാൻ? ഞാൻ കണ്ടു, അതൊക്കെ എടുത്ത് നോക്കുന്നേ. സത്യം പറഞ്ഞ സന്തോഷം കൊണ്ടാ ആദ്യം കണ്ണ് നിറഞ്ഞു. ഞാൻ ദക്ഷയുടെ കയ്യിൽ കൊടുത്തു വിട്ടതെല്ലാം നീ സൂക്ഷിക്കുന്ന കണ്ടു. പിന്നെ വിഷയവുമായി എൻ്റെ പേരിലല്ലല്ലോ ഓർക്കുന്നതെന്നോർത്ത്. ആരാ പറഞ്ഞില്ലെന്ന്? മഹേട്ടന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിനോടൊന്നും എനിക്ക് ഒരു മമതയും തോന്നിയിട്ടില്ല. അതെല്ലാം ഞാൻ ആദരിക്കും വേദിക്കെല്ലാം കൊടുത്തു. മറ്റു ചിലതൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദക്ഷ തന്ന ഇവയോട് മാത്രമായിരുന്നു എന്തോ ആത്മബന്ധം. ഇതിൽ മാത്രം തൊടാൻ ഞാൻ ആരെയും സമ്മതിച്ചിട്ടില്ല. എന്തേലും വിഷമം വന്നാലും സന്തോഷം വന്നാലും ഇത് നോക്കിയിരിക്കും. അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ വരുന്നത് മഹേട്ടൻ്റെ മുഖമായിരുന്നില്ല, മറിച്ച് പൂച്ചക്കണ്ണുകളായിരുന്നു. ധ്രുവ അവളെ വിശ്വാസം വരാത്ത പോലെ നോക്കി. ഈ പൂച്ചക്കണ്ണുകൾ എത്രയോ രാത്രി എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. ഈ കണ്ണുകൾ കാണാൻ വേണ്ടി മാത്രം ഉറങ്ങാൻ വേണ്ടി കണ്ണുകൾ അടച്ച് കിടന്നിട്ടുണ്ട്. മഹേട്ടനെ കാണുവാൻ വേണ്ടി ഇത്രയും എൻ്റെ മനസ്സ് കൊതിച്ചിട്ടില്ല. മഹേട്ടനെ കാണുമ്പോൾ എൻ്റെ ഹൃദയം താളബോധമില്ലാതെ ഇടിച്ചിട്ടില്ല. പക്ഷേ ഈ കണ്ണുകൾ, ഈ സാധനങ്ങൾ, ഇവയെല്ലാം എന്നിൽ ഒരുപാട് ഫീലിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നിവി പറയുന്നതെല്ലാം കൗതുകത്തോട് ധ്രുവ് കേട്ട് നിന്നു. നിവി വേഗം ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് എടുത്തു. അത് മടക്കി വച്ചേക്കുന്ന ഒരു പേപ്പറും അത് നൂത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഒറ്റ നോട്ടിൽ തന്നെ അറിയാം അത് അവൻ്റെ കണ്ണുകളാണെന്ന്. അവനാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി. കാറ്റിൻ്റെ വേഗത്തിൽ അവൻ അവളെ മുറുകെ അവനിൽ അടുപ്പിച്ചു. രണ്ടുപേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാനിത് ആദ്യം പറഞ്ഞ ആതിരോടായിരുന്നു. അവൾ അന്നേ എന്നോട് നല്ല കൂട്ടായിരുന്നു. അവൾ പറഞ്ഞത് ഗന്ധർവൻ വരുന്നതാണെന്ന്. അവൾ പറഞ്ഞ് ശരിക്കും വിശ്വസിച്ചു. ഗന്ധർവന് വേണ്ടി എത്രയോ രാത്രികളുടെ ആ ജനലിൽ കൂടെ നോക്കി നിന്നിട്ടുണ്ട്. നിവി ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ഗന്ധർവൻ്റെ ഈ ദേവിയെ മോർത്ത് നേരി കഴിയുകയായിരുന്നു. നിവി വീണ്ടും അവനൊന്നുകൂടെ പുണർന്നു. അവസാനം സാക്ഷാൽ മഹാദേവൻ എൻ്റെ ദേവിയെ, എൻ്റെ നിധിയെ എനിക്ക് തന്നെ തന്നു. ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഈ വായിൽ നിന്നും വീഴും. പക്ഷേ അതെൻ്റെ നിധിയുടെ കാതിൽ കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ധ്രുവ അവളുടെ രണ്ട് കവളികളും പിടിച്ചു. മതി കഥ പറഞ്ഞത്, ക്ഷീണല്ലേ, കിടക്കാം. നാളെ ജോഗിന് പോകാനുള്ളതാ. ഇവിടെയോ? എവിടെയാണേലും അതിന് മുടക്കില്ല. പിന്നെ സ്ഥലം എല്ലാം കാണാലോ. ആയിക്കോട്ടെ. പിറ്റേന്ന് രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ തന്നെ ധ്രുവും നിവിയും ജോഗിങ്ങിന് പോയി. അവിടെ പിറകെ വൈഷ്ണവും ഉണ്ടായിരുന്നു. പാതിയിൽ വെച്ച് മഹാദേവനും ദക്ഷയും കൂടി മഞ്ഞിൽ മൂടിക്കിടക്കുന്ന പാടങ്ങളും റോഡുകളുമെല്ലാം അവർ ആസ്വദിച്ച് നടന്നു. നിവി ഓടി നടന്നു ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്പലം, പുഴ, കാട എല്ലാം. അധികം നേരം വെളുത്തില്ലേലും അവിടെ ഇവിടെയും ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വരെ മിഴിച്ചു നോക്കുന്നുണ്ട്. ചിലവർ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. നിവി മറുപടിയും പറയുന്നുണ്ട്. അമ്പലത്തിൽ എല്ലാവർക്കും കൂടി പോകാമെന്ന് പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ ജോഗിങ് കഴിഞ്ഞു വേഗം വീട്ടിൽ വന്നു. വന്നപ്പോൾ തന്നെ മഹിയുടെ വീട്ടിലേക്ക് കാർ കിടക്കുന്നത് കണ്ടു. നിവി ഒരു വിഷമം നിന്നു. എന്തോ ഭയം പോലെ അവൾ ധ്രുവിൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിച്ചു. ധ്രുവ് അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി മുന്നോട്ടേക്ക് നടന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ മഹിയെയും അവൻ്റെ അച്ഛനെയും കണ്ട് നിവി ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി. ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവർ വല്ലാതെ നോക്കി. മഹി അവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവൻ്റെ അച്ഛൻ തലവെട്ടി തിരിച്ചു. മഹിയുടെ അമ്മ അകത്തിരുന്ന് വരുന്നത് കണ്ടതും നിവി അവരെ നോക്കി. പക്ഷെ അവർ പല്ല് കടിച്ച് നിവിയെ പരിഹസിച്ച് നോക്കി. അകത്തേക്ക് തന്നെ പോയി. നിവിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ധ്രുവിന് അവളെ കണ്ട് പാവം തോന്നി. നിവിയെയും കൊണ്ട് ധ്രുവ് അകത്തേക്ക് പോയി. നിവി വന്നത് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് വൈഷ്ണവിനും മാധവിനും മനസ്സിലായി. റൂമിലെത്തിയത് നിവി ആകെ പൊട്ടിപ്പോയി. ധ്രുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് വിതുമ്പാൻ തുടങ്ങി. നിധി, ഏതൊക്കെ പ്രതീക്ഷയല്ലേ നമ്മൾ വന്നത്? പിന്നെന്താ? പിന്നെ അതൊക്കെ വിട്. അമ്പലത്തിൽ പൂജ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എൻ്റെ കൊച്ചു പോയി ഫ്രഷായി ദേ ആ ഡ്രസ്സൊക്കെ ഇട്ടേച്ചു വാ. നമ്മൾക്ക് പോണം. ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ വന്നിട്ട് എത്രയോ നാളായി. എൻ്റെ നിധിയെയും കൊണ്ട് മഹാദേവൻ്റെ അടുത്ത് ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതാ ഞാൻ. പിന്നെ ചെന്നാലേ പറ്റൂ, അല്ലെങ്കിൽ മാധവൻ പിണങ്ങില്ല എന്നോട്. പിന്നെ പോയല്ലോ നമുക്ക്. നിവി പേടിച്ചോടിയ അതിന് നേരം കാണും. നമ്മൾ തെറ്റ് ചെയ്യത്തോളം കാലം ആരും ഭയപ്പെടണ്ട. പോയി ഒരുങ്ങ്, ഞാനില്ല കൂടെ. നിവി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട്
ഫ്രഷ് ആകാൻ പോയി. ധ്രുവ അവൾക്ക് വേണ്ടി കരുതിയത് ഒരു സാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഡ്രസ്സ് ചെയ്തിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി നിന്നു. നിവി വന്ന് സാരി എടുത്തു. ബ്ലാക്ക് നേരിയ സാരിയാണ്. ധ്രുവ ബ്ലാക്ക് ജുബയും മുണ്ടും. നിവി സാരി എടുത്ത് ഒരുങ്ങിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ധ്രുവ കതവിൽ തട്ടി അകത്തേക്ക് വന്നു. രണ്ടുപേരും പരസ്പരം നോക്കി മിഴിച്ചു നിന്നു.